ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. കിഡിലെ മൂവി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് കിഡിലെ കോമഡിയും അതേപോലെ എന്റർടൈനറാന്ന് ഈ മൂവി. അത്ര അടിപൊളിയായിട്ടാണ് മൂവി ചെയ്ത് വെച്ചിരിക്കുന്നത്. ന്യൂബോളിയുടെ സൈഡിൽ നിന്ന് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാന്ന് ആ ഒരു ആക്ടിങ്, ആ ന്യൂബോളിയുടെ ഒരു വൈബ് ഈ മൂവിയിൽ കൃത്യമായിട്ട് കിട്ടി. അതേപോലെ തന്നെ മമിത ബൈജുവിന്റെ ആക്ടിങ്ങും അടിപൊളിയായിട്ടുണ്ട്. മമിത ബൈജു ഇപ്പോ ഒരുവിധം മിക്ക മൂവീസിലും എന്നിട്ട് അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പം ഈ മൂവിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള മമിത ബൈജുവിന്റെ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള മിക്ക ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ന്യൂബോളിയുടെ ഒരു കംബാക്ക് തന്നെയാട്ടോ ഉള്ള കാര്യം പറയാം. ന്യൂബോളിയുടെ അത്യാവശ്യം നല്ലൊരു കംബാക്ക് പോലെ ഫീൽ ചെയ്യുന്ന ഒരു മൂവി തന്നെയായിരുന്നു. അതുപോലെ ന്യൂബോളിലെ ചില മാനറിസങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു പഴയ ഒരു വൈബ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ. ഫാമിലി, ഫ്രണ്ട്സ്, ഓവറോൾ ഒരു ഓഡിയൻസിനെ പിടിച്ചിരുത്താവുന്ന രീതിയിൽ നമ്മളെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യിക്കുക. അതാണ് ഈ മൂവിയുടെ ഒരു പ്രത്യേകത. വളരെ ചെറിയ ചെറിയ കോമഡീസ് ആണ് കേട്ടോ. ചെറിയ ചെറിയ ഹ്യൂമർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കോമഡീസ് ഒക്കെയാണ് ഈ മൂവിയിലുള്ളത്. ബട്ട് അതിനൊരു ഉള്ളൊരു ഡെപ്ത്, സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ വലിയ നല്ല മൂഡിലായിരുന്നില്ല. ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തില് ഞാൻ കുറെ ചിരിച്ച് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ മറന്നു പോകുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ടൈം മൂവി കഴിയുന്നവരെ നമ്മൾ എൻഗേജ് ചെയ്തിരുന്ന്, സത്യം പറഞ്ഞാൽ ഒട്ടും മൂഡില്ലാണ്ട് പോയി കണ്ടാൽ പോലും നമുക്ക് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്ത് ഒരു എന്റർടൈൻ ചെയ്യിച്ച് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മൂവി. ഓണത്തിന് എന്തായാലും എല്ലാവരും പോയി കാണേണ്ടത് തന്നെയാണ്. ഫാമിലിക്ക് ആയിട്ട്, ഫാമിലി ഓഡിയൻസ് ആണ് പ്രത്യേകം പോയി കാണേണ്ടത്. ചിരിച്ചിരിച്ച് ഞാൻ തിയേറ്ററിൽ പോയ സ്ഥലത്ത് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു കൂടുതലും. അയ്യോ, അവരുടെ മൊത്തത്തിലുള്ള ആ ഓഡിയൻസിന്റെ റിയാക്ഷനൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. നല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല ചിരിച്ച് ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഈ മൂവി ഇരുന്ന് കണ്ടത്. ഈ മൂവിയുടെ ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ അതൊക്കെ ഗിരീഷ് ഏടിയാണ്. ഗിരീഷ് ഏട്ട അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ഡയറക്ഷൻ, അതുപോലെ മൂവിയുടെ ക്യാമറ വർക്ക്സ്, എഡിറ്റിംഗ്, മ്യൂസിക് ഒക്കെ മൊത്തത്തിൽ മൂവി ഒരു എൻഗേജിങ് എന്റർടൈൻമെന്റ് ആയിരുന്നു. അതുപോലെ പ്രൊഡ്യൂസറുടെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീഷ് പോത്തനും ഫഹദ് ഫാസിലൊക്കെ ഉണ്ട്. പിന്നെ ഈ മൂവിയിൽ സുരേഷ് കൃഷ്ണ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു രക്ഷയില്ല കേട്ടോ. സുരേഷ് കൃഷ്ണ ആ ക്യാരക്ടറിനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് കോമഡി പീസാണ് ഈ മൂവിയില്. സിംഗിൾ ലൈഫായിട്ട് നടക്കുന്ന ന്യൂബോളി, സുരേഷ് കൃഷ്ണ, അങ്ങനെ ഇവരൊരു ഗ്യാങ് ഉണ്ട്. അവരുടെ ഗ്യാങ്ങിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും അങ്ങനെ ഒരു അടിപൊളി ഒരു നാട്ടിൻപുറത്തൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗ്യാങ്ങിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന രീതിയിൽ ചെറിയ ചെറിയ കോമഡീസ്, 90s കിഡ്സിന് കണക്ട് ആവുന്ന കുറെ കാര്യങ്ങള്, അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡില് സംഗീത് പ്രതാപ്, റോഷൻ അവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ക്യാരക്ടർ അടിപൊളിയാണ്. സംഗീത് പ്രതാപും അടിപൊളിയായിട്ട് ഇതിന്റെ ന്യൂബോളിയുടെ അനിയനായിട്ടാണ് വരുന്നത്. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇനിയും ഉണ്ട്. അപ്പൊ നിങ്ങൾ പോയി കാണുക, അതൊക്കെ കുറെ എക്സ്പ്ലോർ ചെയ്യാണ്ട്. ശരിക്കും ഒരു നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം മറന്ന് കണ്ടിരുന്നു പോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. മമിത ബൈജുവിന്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. അതേപോലെ ന്യൂബോളിയുടെ പെർഫോമൻസ്, അങ്ങനെ മൊത്തത്തിൽ എന്താ പറയാ, ഇങ്ങനത്തെ മൂവീസൊക്കെ കണ്ടിട്ട് തന്നെ കുറെ കാലമായി എന്ന് പറയാം. ഉള്ള കാര്യം പറയാലോ. നമ്മള് പല ജോണറുള്ള മൂവീസ് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഫൈറ്റ് എൻജോയ് ചെയ്യും, കോമഡി, അങ്ങനെ എല്ലാം ജോണറും നമുക്ക് ഇഷ്ടപ്പെടും. അതിൽ എല്ലാ ജോണറിലുള്ള എല്ലാ പടങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. വളരെ ജമ്മായിട്ടുള്ള കുറെ മൂവീസ് നമുക്ക് പണ്ട് കാലത്ത് കുറെ നമ്മൾ നല്ല നല്ല മൂവീസ് ഓർത്തു വെക്കും. എത്ര വട്ടം ടി വിയിൽ കണ്ടാലും നമ്മൾ പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന കുറെ മൂവീസ് ഒക്കെ ഇല്ലേ. അങ്ങനത്തെ ഒക്കെ മൂവീസിന്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന രീതിയിൽ ഒരു മൂവി ഇറങ്ങിയിട്ട് കുറെ നാളായി എൻ്റെ അറിവില്. ഈ മൂവിയിൽ ഞാനത് കണ്ടു, അങ്ങനെ ഒരു സംഭവം, ആ ഒരു ടച്ച് കണ്ടു. നമ്മള് ഇപ്പൊ ഉദാഹരണം പറയുക, നമ്മൾ മുന്നൊക്കെ പറക്കുന്ന തളിക, സിഐഡി മൂസ, അങ്ങനെ പല മൂവീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കുറെ കിലുക്കം, അത് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ടി വിയിൽ വന്നാൽ വീണ്ടും ഇരുന്ന് കാണും. അങ്ങനത്തെ ഒരു എത്ര കണ്ടാലും വീണ്ടും വീണ്ടും നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മൂവീസൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമഡി. നമുക്ക് ആദ്യം കാണുമ്പോൾ നമ്മൾ ഇരുന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമഡി എന്നുള്ള രീതിയിൽ ചിരിക്കും. പക്ഷെ പിന്നീട് അത് കാണും തോറും നമുക്ക് വീണ്ടും വീണ്ടും ഇഷ്ടം കൂടി വരുന്ന തരം സിനിമകൾ. മലയാളത്തിൽ ഓണം മൂവി എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കാവുന്ന ഒരു മൂവി തന്നെയായിരുന്നു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും പോയി കാണും. അപ്പൊ ഒരുവിധം എല്ലായിടത്തും പോസിറ്റീവ് റെസ്പോൺസ് ആണ്. എല്ലാവരും ഒരേപോലെ
മിക്സഡ് റിവ്യൂ വരാത്ത രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ഉള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഒരു ഇതെല്ലാവരും ഒരേപോലെ എൻഗേജ് ഇപ്പൊ മിക്ക മൂവീസും കാണുമ്പോൾ ഓരോ മൂവീസിന് തന്നെ പലർക്കും പല അഭിപ്രായമാണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ബട്ട് ഈ മൂവി ഒരുവിധം എല്ലാവരും ഇഷ്ടപ്പെടും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഗുഡ് വർക്ക് ഓൾ ടീം. ഈ മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്ത എല്ലാ ടീമും അടിപൊളി. അതുപോലെ അത്ര ഹാപ്പിനെസ് ആണ് നമുക്ക് ഈ മൂവിന്ന് കിട്ടുന്നത്. ആ ഒരു ടൈം, ആ സിനിമ തുടങ്ങി തീരുന്നവരെ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെല്ലാം മറന്ന് അത്ര എൻജോയ് ചെയ്ത് നേരം പോണത് അറിയില്ലായിരുന്നു. അങ്ങനെ ഈ മൂവി തീരരുതേ എന്ന് തോന്നും. അതേപോലെ നമ്മളിരുന്ന് എൻജോയ് ചെയ്തിരുന്ന് കാണും. അത്ര നല്ല മൂവി ആയിരുന്നിട്ടാ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് മൂവിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ഏതാ? ടോക്സിക്. അപ്പോ അടുത്തൊരു മൂവിയായിട്ട് കാണാം. ബൈ.